സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. സകല ചരാചരങ്ങളും കുടികൊള്ളുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം അവർണ്ണനീയമാണ്. ഈ സൗന്ദര്യത്തെ ഒപ്പിയെടുത്ത് കലാരൂപങ്ങളിൽ ആവാഹിക്കുന്നവനെ നാം കലാകാരൻ എന്ന് വിളിക്കും. കലാകാരന്റെ പരീക്ഷണങ്ങളിൽ കൂടി പുതിയ പുതിയ കലാരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന കലാരൂപങ്ങളിൽ പലതും പഴമയുടെ തനിമ കാത്തുസൂക്ഷിക്കണമെന്നില്ല. എന്നാൽ പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും നന്മകൾ സംയോജിപ്പിച്ചുകൊണ്ട് മൃത്തിക എന്ന ക്ലേ ആർട്ട് സ്റ്റുഡിയോയിലൂടെ ശ്രീ ഷെറീഫ് നിലമ്പൂർ പരീക്ഷണങ്ങൾക്ക് തുടക്കമിടുന്നു. ഇന്ന് ശ്രീ ഷെറീഫ് നിലമ്പൂർ നമ്മുടെ അതിഥിയാണ്. സ്വാഗതം ഷെഫ്. സർ, മൃത്തിക, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ പദം അധികമാർക്കും പരിചയമില്ലാത്ത ഒരു പദമാണ്. എന്താണ് ഈ പദം? ഇത് ഏത് ഭാഷയിൽ ഉള്ള പദമാണ്? അതിന്റെ അർത്ഥം എന്താണ്? മൃത്തിക ഒരു മലയാള വാക്കല്ല, സംസ്കൃത വാക്കാണ്. ഇതിന്റെ ട്രഡീഷണലി പ്രിപ്പയർഡ് ക്ലേ, എ ഹാൻഡ്ഫുൾ ഓഫ് ക്ലേ വിത്ത് ഫ്രാഗ്രൻസ്, അതായത് സുഗന്ധത്തോടു കൂടിയ ഒരു പിടി മണ്ണ്. അത് തന്നെ ട്രഡീഷണലി പ്രിപ്പയർഡ് ആണ്, അതായത് പാരമ്പര്യ രീതിയിൽ കുഴച്ചെടുത്ത ഒരു പിടി മണ്ണ്. ഇതിന്റെ ആ പേര് തന്നെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താ? ഒരു വളരെ കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഒരു പേര് സെലക്ട് ചെയ്തത്. കാരണം അതിന്റെ ഒരു പേര് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ പേരിൽ നിന്ന് അതിന്റെ പൂർണ്ണരൂപം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ധാരണ മുമ്പേ ഉണ്ടായിരുന്നു. പൈതൃകത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പൈതൃകം അതിൽ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ മുമ്പ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഹാൻഡ്ഫുൾ ഓഫ് ക്ലേ എടുത്തു വെക്കാന്നല്ല. പഴയ നമ്മളെ കേരള വീടുകളുടെ ഒക്കെ ഒരു ശൈലിയായിരുന്നു. അതായത് സുഗന്ധമുള്ള മണ്ണ്, നമുക്കറിയാം നന്നാരി അതുപോലെയുള്ള പ്രത്യേക പുല്ലിനങ്ങൾ, ഇത് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക. അപ്പൊ അത് വെക്കുന്ന സ്ഥലത്ത് ഒരു സുഗന്ധം ഉണ്ടാവുന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനാണ് നമുക്കിതിനെ നമ്മളിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ അതിലുള്ള ഒരു സൗരഭ്യമുണ്ട്, അത് തന്നെ സൗന്ദര്യമാക്കി മാറ്റിയാണ്. ഇതിന് ക്ലേ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്, മൃത്തിക എന്ന് പറയുന്ന സ്ഥാപനം. പക്ഷെ ഇവിടെ ചുമർ ചിത്ര ശില്പത്തിന്റെ സാധ്യതകളാണ് ഷെറീഫ് നിലമ്പൂർ ആരായുന്നത്. ശരിക്കും ചുമർ ചിത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ചുമർ ചിത്ര ശില്പങ്ങളിലേക്ക് വരുമ്പോൾ ആ കലാരൂപം എന്താണെന്നൊന്ന് വിശദീകരിക്കേണ്ടി വരും. നമുക്ക് ശില്പങ്ങളുണ്ട്, അതുപോലെ ചിത്രങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്നൊരു രൂപം ആണിത്. അപ്പൊ ഇതിനെ നമുക്കൊരു ധാരണ വന്നിട്ടുള്ളത്, ഇപ്പൊ ഗുഹാചിത്രങ്ങളുണ്ട്. മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഗുഹാചിത്രങ്ങൾ. ഇപ്പോ വേട്ടയാടിക്കൊണ്ടിരുന്ന മനുഷ്യൻ അവന്റെ ഇടവേളകൾ ചെയ്തിരുന്ന ചില കൊത്തുപണികൾ, അത് സ്വന്തം ആയുധം ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്ന ഒരു കലാരൂപമാണ് ഗുഹാചിത്രങ്ങൾ. അപ്പൊ അതിൽ കോറിയിട്ടിരുന്നത് ശരിക്കും അവന്റെ ജീവിതം തന്നെയായിരുന്നു. അവന്റെ വേട്ടയാടൽ, അതുപോലെ ഇരതയാടൽ, ഇണചേരൽ, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൃത്തിക എന്നുള്ള ഒരു ആർട്ട് ഫോം രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ അതിൽ ഉദ്ദേശിച്ചിരുന്നത് പിൽക്കാലത്ത് വരുന്ന ഒരു തലമുറ ഈ ജീവിച്ചുപോയി ആവാസ സ്ഥലത്ത് നിന്ന് അവന്റെ പൂർവ്വചരിത്രം വായിച്ചെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതൊരു ചുമരിലേക്ക് ആണ് ഇതിനെ ചെയ്യുന്നത്. ചുമരിലേക്ക് ഒരു ശില്പമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു തീം വേണമെന്നുള്ള നിർബന്ധമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളതല്ലാതെ ഓരോ വർക്കും ഒരു സെപ്പറേറ്റ് തീമായിരിക്കണം എന്നുണ്ട്. ഇപ്പൊ മൃത്തിക ചുമർ ശില്പത്തിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് അതിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റ്, കളറിന്റെ ഒരു വെറൈറ്റി, പിന്നെ ഈ ഒരു തീമിന്റെ ഒരു ശക്തി. ചുമർ ചിത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ ശില്പങ്ങൾ, ചുമർ ശില്പങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത്? അതിനെന്താണ് സൗന്ദര്യത്തിൽ ഒരു വർധനവുണ്ടോ ചുമർ ചിത്രങ്ങളെക്കാൾ? സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും സൗന്ദര്യത്തിന്റെ അംശം തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. ഒന്ന്, ഇതിന്റെ ഒരു വെക്കുന്ന സ്ഥലം. മിക്കവാറും നമ്മളിത് ചെയ്യുന്നത് ഒരു പ്രകാശമുള്ള ഒരു സ്ഥലത്തായിരിക്കും, ഒരു ഇന്റീരിയറിന്റെ എക്സ്റ്റീരിയറിന്റെ ഭാഗമായിട്ട് വരുന്ന രീതിയിൽ. അതുപോലെ കോർട്ട്യാർഡ്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത്. ഇത് മനുഷ്യന്റെ കൂടുതലും അവന്റെ ദൈനംദിന കാര്യങ്ങൾ, ഇപ്പൊ ഒരു വീട്ടിൽ ചെയ്യാൻ തന്നെ ഒരു ലിവിംഗ് റൂമിലായിരിക്കും ചെയ്യുക. കാരണം കൂടുതൽ സമയം മനുഷ്യൻ ചെലവഴിക്കുന്ന അവിടെയാണ്, എൻജോയ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അതിനൊരു അങ്ങനെ ഒരു മാനം കൂടിയുണ്ട്, നമ്മൾ ആസ്വദിക്കണം എന്നുള്ളത്. പിന്നെ ശില്പത്തിന്റെ സാധ്യതയാണ് കൂടുതൽ ഇതിൽ, ഒരു പെയിന്റിംഗ് അല്ല, ഇതിനൊരു ത്രിമാനതയുണ്ട്. അത് എംബോസിംഗ് ആണ്. എംബോസിംഗ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് മണ്ണാദ്യം ഒരു പ്രതലത്തിൽ ഒരു അരയിഞ്ച് കനത്തിൽ ഷീറ്റാക്കി ഇടും. അപ്പൊ അതിനുശേഷം നമ്മളതിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ അത് വരച്ച് ചേർക്കുമായിരുന്നു. ഈ മണ്ണെന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണല്ലല്ലോ. അല്ലല്ല. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് നമ്മളെ കേരളത്തില് പല സ്ഥലങ്ങളിലുണ്ട്. ഇത് നമ്മളെ ഓട്ട് കമ്പനികൾക്ക് വേണ്ടി മണ്ണെടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ സെക്കൻഡ് ലെയർ ഒരു 1.5 അടി അല്ലെങ്കിൽ 2 അടി വീതിയിൽ മാത്രമേ ഈ ഒരു നമുക്ക് ആവശ്യമുള്ള മണ്ണ് കിട്ടുകയുള്ളൂ. അതെങ്ങനെയാണ് പ്രോസസ് ചെയ്തെടുക്കുന്നത്? നമ്മളെ കൊശവന്മാരെ വെച്ചിട്ടാണ്. അവർ തന്നെയാണ് ഇതിന്റെ ഈ മണ്ണ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. അത് പ്രത്യേക രീതിയിൽ തന്നെ ചെയ്യണം. അവരതായ രീതികളുണ്ട്. അവര് മണ്ണ് രുചിച്ചു നോക്കും,
അതുപോലെ അങ്ങനെ കയ്യിൽ വെച്ചാൽ അവർക്ക് എന്റെ പശിമ അറിയാൻ പറ്റും. അത് ഈ കലവും ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ അതിനൊരു ഒരു കലാപരമായ സാധ്യത ഒരു വശത്ത് നമ്മൾ നോക്കിക്കാണുമ്പോഴുണ്ടെങ്കിലും അതൊരു ഉപജീവന മാർഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ ഒരു ചുമർചിത്ര ശില്പത്തിന്റെ സാധ്യതകൾ ഷെറീഫ് നിലമ്പൂരിനെ പോലുള്ളവർ എങ്ങനെയാണ് കണ്ടെത്തിയത്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞാനൊരു 8 വർഷം മുൻപ് നിലമ്പൂരിലാണ് എന്റെ സ്വദേശം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്. അവിടെ അരുവാക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, ഒരു പുരാതനമായ കൊശാപ്പാന്റെ ഗ്രാമമാണ്. അപ്പൊ അവിടെ ഒരു മുമ്പൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഒരു സാമൂഹികമായ ഒരു അവസ്ഥ, പിന്നാക്കാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവരെ പ്രൊമോട്ട് ചെയ്ത് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ഏജൻസികൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവര് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അവർക്ക് ഈ ചട്ടിയും കലം മുതലായ വസ്തുക്കളല്ലാതെ, ഉപജീവന മാർഗത്തിനല്ലാതെ മനുഷ്യന്റെ ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് വർക്കുകൾ അതവരെ പരിശീലിപ്പിച്ചു. അത് ആദ്യം തുടങ്ങിയത് കലങ്ങളിൽ തന്നെ ഡിസൈൻ ചെയ്യുകയായിരുന്നു, വരച്ചു വെച്ചുകയായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇതൊരു ചുമരിലേക്ക് വന്നത്. അപ്പൊ എന്റെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു കൈവെക്കുന്ന തന്നെ അരുവാക്കോട് നിന്നാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളത്. അവിടെ ക്ലേ ആർട്ട് സ്റ്റുഡിയോ തുടങ്ങിയത് അതിനുശേഷമാണ്. പക്ഷെ ഷെറീഫ് നിലമ്പൂർ മാത്രമാണ് അതിന്റെ പിന്നിൽ? അല്ലല്ല, അത് ഒരു ആദ്യം എനിക്ക് കിട്ടിയത് തന്നെ ഒരു പ്രൊജക്ട് ആയിരുന്നു. അത് ബേക്കൽ റിസോർട്ടായിരുന്നു. ബേക്കൽ റിസോർട്ടിന്റെ അന്നത്തെ ഡയറക്ടർ ശ്രീ രാജൻ കൊബ്രകടയായിരുന്നു. അദ്ദേഹം ആന്ധ്രക്കാരനാണ്. പിന്നെ പുള്ളിക്ക് ഇതിനോട് ക്രൈസ് ഉണ്ടായിരുന്നു, ഈ ടെറാക്കോട്ട എന്നുള്ളത്. അപ്പൊ പുള്ളി അവിടെ ബേക്കൽ റിസോർട്ടിൽ ഡയറക്ടറായി വന്നപ്പോ അവിടെ ഒരു ചുമർ ശില്പം വേണമെന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ നിലമ്പൂരിൽ അരുവാക്കോട് വന്നു അദ്ദേഹം. അപ്പൊ അവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ അവർക്ക് ഇതിന്റെ ആർട്ടിന്റെ അംശങ്ങൾ അവർക്ക് അറിയില്ല. അവർക്ക് ഇത് മേക്കിംഗ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഈ ചുമർ ചിത്ര ശില്പങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചുമർ ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കളർഫുൾനെസ് ഉണ്ട്. അത് ക്ഷേത്രങ്ങളുടെ ചുമരുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണത്. പക്ഷെ ഇത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ റിസോർട്ടുകളിലൊക്കെ ആണ് മാറുന്നത്. അതിന്റെ സൗന്ദര്യവർദ്ധനയ്ക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതെവിടെയാണ് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക? ഇപ്പൊ നമ്മളൊരു അന്വേഷണത്തില് നമ്മളിപ്പോ പല നെറ്റിലൂടെ അതുപോലെ പല വാർത്തകളിലൂടെ ഇത് മ്യൂറൽ ഈ ഒരു ശൈലിയിൽ പൊതുവെ എവിടെയും കേട്ടിട്ടില്ല. നമ്മളെ ഇപ്പൊ മൊസൈക്സ് ചിപ്സ് വെച്ചിട്ടുള്ള മ്യൂറലുണ്ട്, അതുപോലെ സിമെന്റില് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും മരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയും കേൾക്കാത്ത ഒരു കാര്യം പരീക്ഷണത്തിൽ കൂടി കണ്ടെത്തിയതാണ്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇതിന്റെ നമുക്ക് ഒരു മുമ്പുള്ള മ്യൂറൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കട്ട് പീസ്, ടെറാക്കോട്ടത്തിന് കട്ട് പീസ് വെച്ചിട്ടുള്ള മ്യൂറൽസ് ഉണ്ട്. അതായത് ബ്രോക്കൺ പീസസ് വെച്ചിട്ട് ആദ്യം ഡിസൈൻ വരച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഓരോ പീസായിട്ട് വെച്ചുപിടിപ്പിക്കാം. ഈ ഒരു ശൈലി ഇപ്പോ ബാംഗ്ലൂരുണ്ട്, അതുപോലെ ബംഗാളിലുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു മേക്കിംഗ്, നമ്മുടെ ഒരു ക്രാഫ്റ്റിന്റെ സാധ്യത കൂടി കൊണ്ടുവന്നത്. അങ്ങനെ എംബോസിംഗ് അതിൽ വന്നു. അപ്പോ നമുക്കൊരു മുഖം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൂക്ക്, അതുപോലെ കണ്ണ്, ചുണ്ടുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. മറ്റുള്ള രീതിയിൽ ആ കട്ട് പീസ് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. ചുമർ ചിത്രങ്ങളിലാണെങ്കിൽ നമുക്കറിയാം അത് ചിത്രങ്ങൾ പെയിന്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഒരുപാട് ശാഖകളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പെയിന്റിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇതിൽ അങ്ങനെയൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് ശരിക്കും ഇതിലെ നിറങ്ങൾക്ക് ഉപാധികളായി മാറുന്നത്? നിറങ്ങൾ ഇതിന്റെ നാച്ചുറൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ബേക്കിംഗ് ആണ്. ഇതിന്റെ മെയിൻ നമ്മളൊരു മ്യൂറലിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേക്കിംഗ് ഷെയ്ഡ്സ് ഇതിൽ വരുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു 5 വെറൈറ്റി കളേഴ്സ് നമുക്കിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ബ്ലാക്ക് ടു റെഡ് മീൻസ് അതിന്റെ ഇടയ്ക്ക് പിന്നെ ബ്രൗൺ വരുന്നുണ്ട്, ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, ഓഫ് റെഡ്, അങ്ങനെ ഒരു 5ഓളം ഷെയ്ഡ്സ് നമുക്ക് ഇതുപോലെ ഈ ബേക്കിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.